ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ശിശിര. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആ ഗോവയിൽ. സോ രാവിലെ എണീറ്റു, അമ്മയ്ക്ക് പൂളിൽ കാരണം പറഞ്ഞു. അപ്പോൾ പൂളിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ എണീറ്റിട്ടൊന്നും ഉണ്ടാവില്ല, പൂളൊക്കെ സെറ്റാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ പൂളിൽ. സോ ഇനി എന്താണെന്ന് വെച്ചാൽ പോയി റെഡി ആവാം. 10 o'clock ആകുമ്പോൾ നമ്മുടെ ക്യാബിൻ്റെ ചേട്ടൻ വരും. പിന്നെ റെഡിയായി സൗത്ത് ഗോവ മൊത്തം കുറച്ച് സ്ഥലം അങ്ങ് താഴോട്ട് ഭയങ്കര താഴ്പ്പം. ചേച്ചിക്ക് ലൈക്ക് ബട്ടർഫ്ലൈ ബീച്ചൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഭയങ്കര ഡിസ്റ്റൻസ്. അപ്പോൾ ആ ബട്ടർഫ്ലൈ ബീച്ചൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബാക്കി സ്ഥലമൊക്കെ നമ്മൾ ഒഴിവാക്കണം, എന്നാലേ ബട്ടർഫ്ലൈ ബീച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ സ്ഥലം മാത്രം പോയിട്ട് ഇന്ന് ലാസ്റ്റ് ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അവിടെ അടുത്ത് നമുക്ക് 11:30 ട്രെയിനുള്ള. അപ്പോൾ അവിടെ അടുത്തൊരു കോൾവ ബീച്ചാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലഗേജ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണമെങ്കിൽ രാത്രി ആ ടൈം ആകുമ്പോൾ വേണമെങ്കിൽ അവിടെ പോകാം. അത് നടത്താം, അത് നമുക്ക് നോക്കാം. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൗത്ത് ഗോവ പോകും. സോ യെസ്, ഞാൻ റെഡി കൊടുക്കാം. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഓർഡർ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ ഇന്നലത്തെ കറിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലോട്ട് നമ്മളതിനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ദോശയാണ്? ഗീ റോസ്റ്റ്, അതും ഗീ റോസ്റ്റ്. പിന്നെ ഇന്നലത്തെ ഉപ്മാവ് നമ്മൾ വാങ്ങിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്മാവ്, ചട്നി, സാമ്പാർ ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ്. ഇപ്പോൾ സമയം 9:30 ആവാറായി. 10 മണിയാകുമ്പോൾ ആൾ വരും. അപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ മൊത്തം കാര്യമാക്കണം. നമ്മുടെ ഇന്നലത്തെ റെഡ് വൈൻ ആ കാര്യമാക്കി നമുക്ക് പോകണം. ഇവിടെയൊക്കെ പാക്ക് ചെയ്യാൻ കൊണ്ട് ഇരിക്കുക. റെഡി ആയിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ചെയ്യുന്നത് നല്ല ക്യൂട്ടായിട്ട് ഞാൻ മെസ്സേജ് കാണിച്ചിട്ടോ. ആൻഡ് ഇവിടെ മൊത്തം ഇപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്കിട്ടുണ്ട്. ഞാനത് പണിയെടുക്കാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഈ പണിയൊക്കെ പണിയെടുത്തില്ല ഒന്നും പറയില്ല, കാണിച്ചു തരാം എല്ലാവരും എന്താ ചെയ്യുന്നത്. കപ്പയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുത്തി നിറയ്ക്കുന്നു. സോ ഗോൾഡൻ ഈ ഡ്രസ്സ് ചേച്ചി ഇവിടുന്ന് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം സാറ്റർഡേ ഫ്ലീ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫോർ 2 days നമ്മൾ ബൈ പറയാണ്. ആൻഡ് വി ആർ ലീവിങ്. ദിസ് വാസ് ഇറ്റ്. സോ ബൈ ബൈ. ഇതാ കീ, ഇതാ ക്ലോസ് ചെയ്തോളൂ. ക്ലോസ് ചെയ്യുക. ഹൗ വാസ് ദ സ്റ്റേ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമൊന്നും കുഴപ്പമില്ല. ഈ ഒരു ബാഗ് കേട്ടുള്ള ഈ ഒരു ബാഗ്, പിന്നെ ഞാൻ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ബാഗുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. സോ യാ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഫേമസ് പഞ്ചിം ചർച്ച്. സംഭവം ഒന്നുമില്ല കേട്ടോ, കുറേ ചർച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിൽക്കും, എൻ്റെ മേലോട്ട് കയറാനൊന്നും പറ്റുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക, ഇവിടെ നിൽക്കുക. എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഈ ഭാഗത്തൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലമെന്ന് മാത്രം. പനാജി ഓൾഡ് ചർച്ച് എന്നാണ് ഈ ചർച്ചിന്റെ പേര്. ഈ ചർച്ച് ഏതൊക്കെ സിനിമയിലുണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. സിംഗം ഗോൾമാലൊക്കെ പറയുന്നത് ഹിന്ദി സിംഗോ. ബേസിക്കലി ഒന്നുമില്ല, ഒരു ചർച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാം. കയറാൻ പറ്റുന്നില്ല ഉള്ളിൽ, വെറുതെ കണ്ടിട്ട് അങ്ങ് പോവാം, അത്രേ ഉള്ളൂ. ഉള്ളത് ഫൗണ്ടെയിനേഴ്സ് ആണ്. നമ്മുടെ പഞ്ചം സിറ്റിയിൽ ഇങ്ങനെ കുറേ കളർ പെയിൻ്റ് അടിച്ച കുറേ കളർഫുള്ളായിട്ടുള്ള സംഭവമില്ലേ, അങ്ങനത്തെ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറേ ഫോട്ടോ സ്പോട്ടാണ്, ബേസിക്കലി ഫുൾ ഫോട്ടോ സ്പോട്ടാണ്. സംഭവങ്ങളായിട്ടുള്ള ഫോട്ടോ സ്പോട്ടാണ്.
ഫോട്ടോഗ്രാഫറെ കൂടി വരികയാണെങ്കിൽ സെറ്റാണ് ഇവിടെ. നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ. ബേസിക്കലി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ചേർച്ച് വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി അല്ലേ, അപ്പോൾ ചേർച്ചിന് മാത്രം വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ബാക്കി എല്ലാത്തിനും വേറെ കളേഴ്സ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ വീട്ടിലൊക്കെ ഓരോരോ കളർ ആഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ചേർച്ച് എല്ലാം വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ട്. സോ കളർഫുൾ ഹൗസസ്, അങ്ങനെ അതിന് ഫൗണ്ടൈനേഴ്സ്, കളർഫുൾ സ്ട്രീറ്റ് എന്നാണ് ഈ ഇതിൻ്റെ പേര് പറയുന്നത്. ബേസിക്കലി ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് സംഭവമൊന്നുമില്ല, വെറുതെ ഫോട്ടോ എടുക്കുക അത്രേ ഉള്ളൂ. സോ ബേസിക്കലി ഇവിടെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുക്കുന്ന അതായത് വീടാണെന്ന് തോന്നുന്നു ഞങ്ങൾ നിൽക്കുന്നത്. ബേസിക്കലി ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അടുത്ത സ്പോട്ട് മിറാമർ ബീച്ചല്ലത്, മിറാമർ ബീച്ചിലാണ് എത്തിയത്. നല്ല നട്ടുച്ച സമയം, ഇപ്പോൾ സമയം 12:15 കേട്ടോ സമയം. 12:15 നമ്മൾ മിറാമർ ബീച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര തരിതരിയാണ്. കുറച്ച് നല്ല മരങ്ങളുണ്ട്, അതിൻ്റെ താഴെ ഇരിക്കാൻ സ്ഥലമുണ്ട്, കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ മറ്റേ ഡോണാപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ പണ്ട് കൊച്ചു സന്തോഷത്തിൽ അവൻ മറ്റേ ബീച്ചിൽ കളിക്കുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത സ്ഥലം ഈ ഒരു സ്പോട്ടാണ്. അതല്ലേ, അങ്ങനെയല്ല എന്താ പറയുക, എന്താ പറയുക, കൊച്ചു സന്തോഷത്തിലേ ലാസ്റ്റത്തെ ഒരു സീനിലേ നമ്മൾ ജയറാം ഓടിപ്പോയിട്ട് അവളെ മീറ്റ് ചെയ്തില്ല, ആ ഡാൻസറിനെ. അതാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ഓക്കെ, എനിക്ക് മനസ്സിലായ സംഭവം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ലാസ്റ്റ് ലക്ഷ്മി ഗോപാലസ്വാമീനെ മേലെ പോകുന്ന സ്ഥലം അല്ലേ? ഓക്കെ, അവിടെയാണെന്ന് പറയാം. നമുക്ക് സ്ഥലം എത്തുമ്പോൾ നമുക്ക് കാണിച്ചു തരാം അവിടെയാണ്. നിങ്ങൾക്ക് ഞാൻ സംഭവം കാണിച്ചു തരാം. നിങ്ങളത് കാണുന്നുണ്ടോ? ഇതാണ് നമ്മൾ പണ്ട് ഗോപൻ അവിടെ കാണാൻ പോയ സ്ഥലം. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഗോവത്തെ റെസിഡൻസിന് ഫ്രീയാണ്, അല്ലാത്ത എല്ലാവർക്കും 50 rupees പെർ ഹെഡ്. 10 years to 18 മൈനേഴ്സിന് 25 പെർ ഹെഡാണ്, അല്ലാത്ത എല്ലാവർക്കും 50 പെർ ഹെഡാണ്. ഇതാണ് സ്ഥലം. മേലെ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കാണില്ലേ ബാനിപ്രിയനെ, ആ സ്ഥലം. ഇതാ ഡോണ പോളാജി, ഇതന്നെ സ്ഥലം. ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ നല്ല നട്ടുച്ച ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ച് ലേറ്റായിട്ട് വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ആക്ച്വലി നല്ലതായിരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്, ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല ആക്ച്വലി എല്ലാവരും ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾക്ക് പിന്നെ ടൈമില്ലാത്തതുകൊണ്ടും എല്ലാം കവർ ചെയ്യാമെന്നുള്ളതുകൊണ്ടും നമ്മൾ ഈ ഒരു നേരത്തോടെ ഒരു 5 മിനിറ്റ് പോലും ഞാൻ നിന്നിട്ടില്ല ആക്ച്വലി വെയിലത്ത്. പക്ഷെ നമ്മൾ വേർപ്പിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രയും ചൂടാണ്. വേണ്ട ഈ വയ്യ വേണ്ട, എല്ലാവരും ഓരോ സൈഡായി വേണ്ട, എല്ലാവരും ഒരു സൈഡായിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലമൊക്കെ അല്ലേ ആക്ച്വലി ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ വന്നാലായിരിക്കും നന്നാവുക. അപ്പം നമുക്ക് നമ്മുടെ ടൈം ഭയങ്കര കുറവായതുകൊണ്ടും നമുക്കിങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് കുറേ സ്ഥലം കാണാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്, ഈ വെയിലത്തൊക്കെ വരുന്നത്. പക്ഷേ ഞാൻ പറയും വെയിലത്ത് വരണ്ടാണ്. പിന്നെ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര 4 ദിവസം ഭയങ്കര ചൂടാണെന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ. അവരുടെ ഇവിടുത്തെ ആക്ച്വൽ ടൈം നല്ല സെപ്റ്റംബർ ടു ഡിസംബർ ആ ടൈമിലേക്ക് നല്ല ടൈം. അപ്പോൾ ഭയങ്കര ചൂടാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചൂടത്ത് വരാൻ നിൽക്കണം. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. തിരക്ക് കുറവാട്ടോ, പക്ഷേ ആക്ച്വലി തിരക്ക് നല്ല കുറവാണ്, പക്ഷേ ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ വൈകുന്നേരം വന്നത് ഈവനിങ് വരാനും കുഴപ്പമില്ല. ഈ മതി. ഇനി ഞങ്ങൾ വല്ല ലസ്സി എന്തോ കണ്ടിട്ടുണ്ട്, വല്ല ലസ്സി കുടിക്കാം. ഓക്കെ, ഞങ്ങളിവിടെ ഒരു രക്ഷയില്ലാണ്ട് ചൂടെടുത്തപ്പോൾ നമ്മളിവിടെ ലസ്സി കുടിക്കാമെന്ന. ഇത് സാധാരണ ലസ്സി,
ഇത് അമ്മയ്ക്കിതോ സാധാ ലസ്സി മതി, സാധാ ലസ്സി. ഇത് മാംഗോ ലസ്സി അല്ലേ? ഇതെന്താ ലസ്സിയാ? എന്നെ കണ്ടിട്ട് ഇപ്പം എനിക്ക് പോലും മനസ്സിലാവുന്നില്ല, കാരണം അത്രയും ടാൻ അടിച്ചത്. ഇതാട്ടോ ലസ്സി. ഇതാണ് നമ്മുടെ ഓൾഡ് ഗോവ ചർച്ച്. ഉള്ളിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല, പക്ഷെ രാത്രി കണ്ടോ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി കണ്ടോ. ലൈക്ക് ഭയങ്കര പഴയ സ്ട്രക്ചറാണ്. കുറേ ഫോട്ടോ സ്പോട്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫോട്ടോ സ്പോട്ട് ഏരിയ. ഇത് ആർട്ട് ഗാലറി കേട്ടോ. ഇത് വന്നിട്ട് 1585 ബിൽഡ് ചെയ്ത് ഫ്രാൻസിസ് സേവിയർ ഹൂ ഡൈഡ് ഓൺ ലൈക്ക് 1552 ഐ ഗെസ്. ആളുടെ ഇപ്പോഴും ശവം ഇൻടാക്റ്റ് ആയിട്ട് ആ ഒരു കാസ്കറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ട്. സിൽവർ കാസ്കറ്റിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി അതാണിത്. ഇവിടെ ആക്ച്വലി ഫുള്ളായിട്ട് വരിക ക്രിസ്മസ് നൈറ്റിൽ മാത്രമാണ് ഇവിടെ ഫുൾ ഓപ്പൺ ആക്കി കൊടുക്കുക. ഈ കാണുന്നതാണ് മ്യൂസിയം. പക്ഷെ ഇനി പോണോ? കയറണം, അതിൻ്റെ ഉള്ളിൽ കയറണോ? കയറാൻ താല്പര്യമുണ്ടോ? ഇല്ല, എല്ലാവർക്കും മതി. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് മെല്ലെ നമുക്ക് തിരിയാം എന്നാണ് എനിക്കും തോന്നുന്നത്. എനിക്കും വയ്യാണ്ടുള്ള കയറാൻ. മാക്സ് മ്യൂസിയം ഒന്നുമില്ല, നിങ്ങൾ വേറെ എന്തോ സംഭവം തോന്നുന്നു. വയ്യാണ്ട് ഇനി പോയി നമുക്ക് ഫുഡ് കഴിക്കാം, അതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കർഡ് റൈസ് ആണ് പറഞ്ഞത്. Actually this is too good, okay? നമ്മളിപ്പോൾ മങ്കീഷി ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് തോന്നുന്നു. കുറച്ച് ഫുൾ ഡ്രസ്സിൻ്റെ ഏരിയ. ഇത് ഭയങ്കരമായിട്ട് സ്കിൽ ഗെയിമാണ്. ₹30 കൊടുത്തു കഴിഞ്ഞാൽ 6 balls കിട്ടും. 6 balls കൊടുത്ത് നമ്മൾ 6 ball ഇതിൻ്റെ ടോട്ടൽ ഈ ഏതെങ്കിലും ഒരു നമ്പർ വരണം. 6, 7, 8, 9 ടോട്ടൽ ഇതിലേക്ക് ഏതെങ്കിലും വരണം. പക്ഷേ ഇവിടെ 23 കിട്ടിയപ്പോൾ അവർക്ക് ആ ഒരു സാധനം കിട്ടി. ഇപ്പോൾ എത്രയായി? 13. ഇനി എത്ര ബോളുണ്ട്? ഒന്നെങ്കിൽ 14 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 20. ഇവിടെ രണ്ടിലിടെ 13 ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 ഇല്ലല്ലേ? 5 ഇട്. ഫൈവ് ഇടാളൂ. 5 वो 814 1500 18 हुआ 18 हमारे 2 और 5. അപ്പോഴേ കാറ്റൊന്നു കേട്ടോ. Got it. just see here 20 this name होता देव देव मरे ये तुमको आप देव में देंगे. हाँ वही तो वो है ना 20 का सामान, वो है ना? हाँ ये है ഇതാണ് 20 രൂപയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്. ആണ് നമ്മുടെ മങ്കീഷി ടെമ്പിളിലുണ്ട്. ടാറ്റുവിൻ്റെ ഇതുണ്ട് അതിൻ്റെ കൂടെ. ഡ്രസ്സിൻ്റെ ഉണ്ട്. ഇതെന്തോ സംഭവം, രഥം എന്തോ ആണെന്ന് തോന്നുന്നത്. ഇതാണ് ടെമ്പിൾ. ഇത് നല്ല കുങ്കുമം. ഇത് സാമ്പ്രാണിയാണെന്നാണ് പറയുന്നത്. ഇത് ടൈപ്പ് സാമ്പ്രാണി. ഇത് സാമ്പ്രാണിയാണ്. ഇതും സാമ്പ്രാണിയാണ്. നല്ല കുങ്കുമം. ചന്ദനം എന്താ? ചന്ദനത്തിൻ്റെ സ്റ്റിക്ക്. നല്ല വേറെ ചന്ദനം. നല്ല സാമ്പ്രാണി എല്ലാം അങ്ങനത്തെ കാണുന്നുണ്ട്.
വോളിംഗ് ബീച്ച്. നമുക്ക് ആളെ ഇനി വരാം, ആളെ കേരളത്തിൽ വിളിക്കട്ടോ. आप आ जाओगे കോൾ കറോ. ബൈ ബൈ. ഓക്കെ, അങ്ങനെ ബൈ പറഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ എത്തായി. ഇനി സമയം കുറേ കിടക്കുന്നു. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ 11:30-ക്കാണ് ട്രെയിനുള്ളത്. അതുവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്രയായി? 6:30 6:45. ഇനി എന്ത് ചെയ്യണം? ലഗേജൊക്കെ ഉണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ കോൾവാബിച്ച് പോകും. നോക്കട്ടെ, പോയി ചോദിച്ചോക്കട്ടെ ടാക്സിക്ക് ഇത്ര റേറ്റ് ചോദിച്ചോക്കട്ടെ. എന്നിട്ട് ക്ലോക്ക് റൂമിൽ പോയി ബാഗ് വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ കോൾവാബിച്ച് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ, അതേ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 2 മണിക്കൂറിന് 2 ആൾക്ക് 236 അങ്ങനെ 50 റുപ്പീസിൻ്റെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ. അപ്പോൾ ഇവരെ ഫസ്റ്റ് നമ്മൾ അച്ഛനെയും അമ്മനെയും നമ്മളിപ്പോൾ അവിടെ ആക്കാം. അവർക്ക് 2 മണിക്കൂർ കിട്ടും. സോ ഇപ്പോൾ സമയം 9 മണിയാവും. ഓക്കെ, ഇപ്പോൾ 9 മണി. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് എത്ര നേരം? 2 മണിക്കൂർ ആവാനൊരു 10-15 മിനിറ്റ് ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. അവരവിടെ ഇവിടെ നിന്ന് നല്ല ഇറങ്ങി പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ട്രെയിൻ 11:10 ട്രെയിൻ വരുന്നത്. അത് കഴിഞ്ഞ് 11:10 ട്രെയിൻ കയറിയിട്ട് ഇതാണ് നമ്മുടെ ഡിന്നർ. പ്ലെയിൻ റൈസ്, ഫ്രൈഡ് റൈസ്, ഇതെന്താ ചിക്കൻ ചില്ലി, ചപ്പാത്തി. ഓക്കെ, നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി കഴിക്കും. ഇനി ഒരു മഷ്റൂം മസാലയും കൂടി വരാൻ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് സമയം എത്രയും 9:30. ഇനി 9:30, 11:10. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്. അത് ആ സമയം കൂടി നമുക്ക് ഫുഡ് കഴിക്കാൻ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, നമ്മുടെ ട്രെയിൻ വന്നു നേത്രാവതി. അതിൻ്റെ ഇടയിൽ അവിടെ പണം മുട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. അത് വേറെ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്. ഇവിടെ ഫുൾ മലയാളി കേട്ടോ, നടക്കാൻ പറ്റില്ല. എവിടെ നോക്കിയാലും മലയാളിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഗോവയിൽ പോയിട്ട് ഇത്ര മലയാളികൾ ഇവിടെ കണ്ടില്ല. പക്ഷെ ഇവിടെ മൊത്തം മലയാളി. കാരണം ഈ നേത്രാവതി മിക്കതും മലയാളികളാണ് കയറുന്നത്. അതുകൊണ്ട് ഫുൾ മലയാളീസാണ്. സോ യെസ്, നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറിയിട്ടാണ് ആണെല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഉണ്ടോ. എത്താൻ പോവുകയാണ് 10 കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഭവൻ കുഴപ്പമില്ല. നല്ല ചൂടുണ്ടായിരുന്നു. അത് മാത്രം സോ ഗായ്സ്, നമ്മൾ തിരിച്ച് കോഴിക്കോട് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞാൻ ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. Till then, it's me, Shishra. Bye.